നമ്മൾ യാക്കോബ് ലേഖനം 1:6 ഇങ്ങനെ വായിക്കുന്നുണ്ട്, സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരക്ക് സമനാണ്. Wavereth is like the wave of the sea, drawn with the wind and tossed. അതായത് സംശയിക്കുന്നവൻ, അതായത് ഇതിനെ മുറുകെ പിടിക്കാത്തവൻ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ ആടുന്നവനെ പോലാണ്. ഒരു കടൽത്തിരയിൽ കാറ്റടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നവനെ പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ദൈവവചനത്തിന്റെ ഉപദേശ സംഹിതയിൽ സംശയം വരാതെ നമ്മളത് മുറുകെ പിടിക്കേണ്ടത് ആവശ്യമാണ്. ഇത് പ്രസംഗിക്കണമെന്നും പഠിപ്പിക്കണമെന്നും ഈ നാടുകൾ എന്നെ വളരെ ശക്തമായിട്ട് ദൈവം എന്നെ മനസ്സിൽ പ്രേരണ തോന്നിച്ചു. അതിൻ്റെ ഒരു കാരണം, ഞാൻ ഈ വിശ്വാസ പ്രമാണങ്ങൾ മുറുകെ പിടിച്ചിരുന്ന സമൂഹത്തിൻ്റെ മധ്യത്തിൽ ശുശ്രൂഷിച്ച് നടക്കുന്ന ഒരു ദൈവദാസനെയാണ്. അങ്ങനെ ശുശ്രൂഷിച്ച് നടക്കുന്നവരുടെ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസവും ഒരു അനുഭവം ഉണ്ടായി. ഏതാനും ആഴ്ച മുമ്പ് ഞാൻ മലബാറിലോ ശുശ്രൂഷ കഴിഞ്ഞ് വരികയാണ്. ശുശ്രൂഷ കഴിഞ്ഞു, വീട്ടിലോട്ട് പോകാൻ അല്പദൂരമുണ്ട്. അപ്പോൾ ആ സഭയിലെ പ്രധാനപ്പെട്ട ഒരു മൂപ്പൻ്റെ കാറിലാണ് ഞാൻ യാത്ര ചെയ്ത് പോകുന്നത്. ഞാൻ ആ ഞായറാഴ്ച 2 ദൂതുകൾ നൽകി. ആ 2 ദൂതുകളിൽ ഈ ഉപദേശ സംഹിത ഞാൻ മുറുകെ പിടിക്കുന്ന കാര്യവും മാത്രമല്ല, ഇന്ന് കാണുന്ന ഈ പ്രവണതകളൊക്കെ ഇതൊക്കെ ദൈവജനത്തിന്റെ വെളിച്ചത്തിൽ തെറ്റാണ്. ഈ അത്ഭുത രോഗശാന്തികളും ഇതൊക്കെ തെറ്റാണ്. ഈ കൃപാവരങ്ങളൊന്നും താൽക്കാലികമായി നൽകിയത് നിലനിൽക്കുന്നില്ല എന്ന് ദൈവജനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചു, വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചു. എന്നാൽ കാറിൽ ഞാൻ മടങ്ങി പോകുമ്പോൾ ആ സഭയുടെ പ്രധാനപ്പെട്ട മൂപ്പന്മാരിലൊരാൾ, ഞാൻ വളരെ ബഹുമാനിച്ചൊരു വ്യക്തി, എന്നോട് അല്പം പരുഷമായി സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ പറയണോ? ദൈവത്തിന് പ്രവർത്തിച്ചുകൂടെ? അങ്ങനെ പറയണോ? ഇന്നും ഇതില്ലെന്ന് പറയണോ എന്ന് പറഞ്ഞുകൊണ്ട് പരുഷമായി. ഞാൻ ആദ്യം മിണ്ടാതിരുന്നിട്ട് ഞാനും പിന്നെ ശക്തമായിട്ട് അല്പം സംസാരിക്കേണ്ടി വന്നു. നോക്കുക, എന്താ കാരണം? അല്പം അയഞ്ഞു കൊടുക്കുക, ഒരു സ്വല്പമായിക. ദൈവത്തിൽ പറഞ്ഞതുപോലെ ലെറ്റ് us hold fast the confession of our hope without wavering. യാതൊരു ചലനവുമില്ലാതെ മുറുകെ പിടിക്കണം. ഞാൻ ചോദിച്ചോട്ടെ, ദൈവസഭയെ പരിപാലിക്കുന്ന മൂപ്പന്മാർ ചഞ്ചലിച്ചാൽ പിന്നെ ദൈവസഭയുടെ സ്ഥിതി എങ്ങനെ ഇരിക്കും? എന്തുകൊണ്ടാണ് ദൈവസഭ ഉറച്ചു നിൽക്കാത്തത്? എന്തുകൊണ്ടാണ് അനേകർ വിട്ടുപോകുന്നത്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് വളരെ ഗൗരവമായി ഞാൻ ഓർപ്പിക്കട്ടെ, ഈ നാളുകളിൽ ഞാൻ എണ്ണി എടുത്തു പറയാം, വിശ്വാസ പ്രമാണങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടിരുന്ന അനേകർ ഇത് വിട്ടുകളഞ്ഞതായിട്ട് എനിക്കറിയാം. ക്രിസ്തീയ സഭയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്ന പലരും വിട്ടുപോയത് എനിക്കറിയാം. പേരെടുത്ത് പറയാനറിയാം. സാധാരണ വിശ്വാസികളല്ല, നേതൃത്വം കൊടുത്ത വിശ്വാസികൾ. എന്തുകൊണ്ടാണ്? ഇതാണ് അതിൻ്റെ കാരണം. കാലങ്ങൾ കഴിഞ്ഞു, അന്ത്യത്തിലേക്ക് വന്നു. മനുഷ്യർക്ക് ഈ സത്യ ഉപദേശം എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. മൂപ്പന്മാർ, എൽഡേഴ്സ് അല്ലെങ്കിൽ പാസ്റ്റേഴ്സ്, അവരാരാണെന്നറിയാമോ? അവർ വാസ്തവത്തിൽ അവര് ദൈവമാക്കുന്നവരല്ല. അവര് ഈ പ്രായം കൊണ്ടും സ്വാധീനത കൊണ്ടും പണം കൊണ്ടും ഒക്കെ സഭയുടെ ഔന്നത്യത്തിലേക്ക് അവർ കടന്നു വരികയാണ്. അങ്ങനെയുള്ളവരെ കർത്താവ് ആക്കിയിട്ടില്ല. അവരാണ് വാസ്തവത്തിൽ ദൈവസഭയ്ക്ക് അപകടം വിളിച്ചു വരുത്തുന്നത്. നോക്കാം, എഫേസ്യരുടെ 4-ാം അധ്യായം നിർത്താട്ടെ, ഞാനത് ചൂണ്ടിക്കാണിച്ചോട്ടെ. ഇങ്ങനെ ദൈവസഭ ഈ ഉപദേശങ്ങളിൽ ആടി ഉലയാതിരിക്കാൻ, സംശയിച്ചു പോകാതിരിക്കാൻ കർത്താവ് എന്താണ് ക്രമീകരണം ചെയ്തു തന്നത്? എഫേസ്യരുടെ 4-ാം അധ്യായം നോക്കി. 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 4-ന്റെ 14-ാം അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ, കണ്ടോ, ഉപദേശത്തിന്റെ കാറ്റ് കൊണ്ട് അടിച്ച് ഉഴഞ്ഞു പോകാതിരിക്കാൻ അങ്ങനെ സംഭവിക്കണം. എങ്ങനെ സംഭവിക്കണം? നമ്മളിവിടെ വായിച്ചെന്താണ്? 14-ാം വാക്യത്തിൽ, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്തിലും തന്ത്രങ്ങളിൽ കുടുങ്ങിയിട്ട് കാറ്റിനാൽ അലഞ്ഞു പോകുന്ന ശിശുക്കളെ പോലെ ആകരുത്. ആകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. എങ്ങനെ? ഇതിന്റെ മുകളിൽ കർത്താവ് പറഞ്ഞ വാക്യം എന്താ? ഉയർത്തെഴുന്നേറ്റ കർത്താവ് 11-ാമത്തെ വാക്യം, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേശകന്മാരായും നിയമിച്ചു. എന്തിനാ അവരെ നിയമിച്ചത്? വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനും ശുശ്രൂഷയുടെ വേലയ്ക്ക് വേണ്ടിയാണ്. ദൈവസഭയുടെ ശുശ്രൂഷകൾക്ക് വേണ്ടിയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് കൃപാവരങ്ങൾ കൊടുത്ത് ദൈവസഭയ്ക്ക് ആക്കിയിരിക്കുന്നു. ആര്? മൂപ്പന്മാർ, പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇടയന്മാർ. അവരുടെ ശുശ്രൂഷയാണ് ഇവിടെ വായിക്കുന്നത് പോലെ അങ്ങനെ മനുഷ്യരുടെ ചതിയാലും ഉപായത്തിലും കുടുങ്ങി ഉപദേശത്തിൽ അവര് അലഞ്ഞുഴലുന്ന ശിശുക്കളെ പോലെ ആകാതിരിക്കാൻ നമ്മൾ ഓർത്തതുപോലെ എബ്രായലേഖനത്തിൽ വായിച്ചതുപോലെ വിതൗട്ട് വേവറിങ്, നമ്മൾ ഈ കാറ്റടിക്കുമ്പോൾ ഉഴലുന്നത് പോലെ ഉഴലാതിരിക്കാൻ ദൈവം അവരെ ഉറപ്പിച്ചു നിർത്താൻ കൊടുത്തിരിക്കുകയാണ് കൃപാവരങ്ങളുള്ളവരെ.
അങ്ങനെയുള്ളവരാണോ ഇന്ന് സഭയുടെ പാസ്റ്റേഴ്സ്, സഭയുടെ മൂപ്പന്മാർ? അവർക്ക് തന്നെ അറിയില്ലല്ലോ. അവരാണല്ലോ സംശയം ആദ്യം വിത്ത് വിതയ്ക്കുന്നത്. നോഹയുടെ കാലം പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് പഠിച്ചപ്പോൾ വളരെ ഗൗരവമായി പറയണം, പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യം ഞാൻ എടുക്കാം. അതോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. ആരാണ് മനുഷ്യരെ തെറ്റിക്കുന്നത്? വളരെ ഭയത്തോടെ ഓർക്കേണ്ട ഒരു കാര്യമാണ്. വളരെ ഭയത്തോടെ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ആരാണ് ഇവരെ തെറ്റിക്കുന്നത്? യെശയ്യാപ്രവചനം 9:16 നോക്കിയേ. യെശയ്യാപ്രവചനം 9:16 ദൈവം പറയുന്ന വാക്ക് ശ്രദ്ധിച്ചാട്ടെ. യെശയ്യാ 9:16 വാക്യം. 9:16 വാക്യം. ഈ ജനത്തെ നടത്തുന്നവരവരെ തെറ്റിച്ചു കളയുന്നു, അവരാൽ നടത്തപ്പെടുന്നവർ നശിച്ചു പോകുന്നു. വാക്ക് ശ്രദ്ധിച്ചേ. ഈ ജനത്തെ നടത്തുന്നവർ അവരെ തെറ്റിച്ചു കളയുന്നു, അവരെ നടത്തുന്നവർ നശിച്ചു പോകുന്നു. ഈ നടത്തുന്നവരാണ് അവരെ നശിപ്പിച്ചു കളയുന്നത്, അവരെ തെറ്റിച്ചു കളയുന്നത്. ആ വാക്യം ഞാൻ എടുക്കാം, ഞാൻ മടങ്ങി വരും ആ വാക്യത്തിലേക്ക്. എന്നാൽ ഇവിടെ ഞാൻ ഓർപ്പിക്കട്ടെ, ഞാൻ ഈ ഭാഗത്തോടുള്ള ബന്ധത്തിലൊന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ. വീണ്ടും വേണേ ഒരു വാക്യം കൂടെ വായിച്ചിട്ടെടുക്കാം. യെരമ്യാ പ്രവചനം 12 എടുത്താട്ടെ. യെരമ്യാ പ്രവചനം 12. സ്ഥാനങ്ങൾക്കും മാനങ്ങൾക്കും വേണ്ടി ദൈവസഭയുടെ ശുശ്രൂഷകൾ ഏറ്റെടുക്കാൻ പാടില്ല. യേശുക്രിസ്തു കൃപാവരം കൊടുക്കാത്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ, ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചോല്ല, അവർ രാജിവെച്ചവർ പുറകോട്ട് മാറണം. ദൈവസഭയ്ക്ക് അനുഗ്രഹമല്ല, അവർ ദോഷമാണ് ചെയ്യുന്നത്. കാരണം അവരെക്കുറിച്ചുള്ള ദൈവോദ്ദേശം ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. 12 ഈ കാര്യം കൊണ്ടൊന്ന് വായിച്ചിട്ടാട്ടെ. യെരമ്യാ 12:10-11 വായിക്കാം. യെരമ്യാ 12:10-11 അനേക ഇടയന്മാർ എൻ്റെ മുന്തിരിത്തോട്ടം നശിപ്പിക്കുകയും എൻ്റെ ഓഹരിയെ ചവിട്ടിക്കളയുകയും എൻ്റെ മനോഹരമായ ഓഹരിയെ ശൂന്യമരുഭൂമിയാക്കുകയും ചെയ്തിരിക്കുന്നു. അവരതിനെ ശൂന്യമാക്കിയിരിക്കുന്നു. ശൂന്യമായി തീർന്നതിനാൽ അതെന്നോട് സങ്കടം പറയുന്നു. ആരും ശ്രദ്ധ വെക്കായികയാൽ ദേശമൊക്കെയും ശൂന്യമായി പോയിരിക്കുന്നു. ദൈവത്തിൻ്റെ ഫലകരമായ മുന്തിരി ദൈവത്തിൻ്റെ സഭയാണ്, മുന്തിരിത്തോട്ടം. ആ മുന്തിരിത്തോട്ടം നശിച്ചു പോകുന്നു. എന്തുകൊണ്ട്? 10 വാക്യം. മെനി പാസ്റ്റേഴ്സ് ഹാവ് ഡിസ്ട്രോയ്ഡ് മൈ വിനിയാർഡ്. ഇംഗ്ലീഷ് അങ്ങനെയാണ്. മെനി പാസ്റ്റേഴ്സ് ഹാവ് ഡിസ്ട്രോയ്ഡ് മൈ വിനിയാർഡ്. ദൈവത്തിന്റെ വിനിയാർഡ് എന്ന് പറയുന്ന ദൈവസഭയാണ്. ആരാണ് ഇതിനെ നശിപ്പിക്കുന്നത്? മെനി പാസ്റ്റേഴ്സ് ഹാവ് ഡിസ്ട്രോയ്ഡ്. അനേകം മൂപ്പന്മാർ എൻ്റെ സഭയെ നശിപ്പിച്ചു കളയും, എൻ്റെ മുന്തിരിത്തോട്ടം അവരെ നടത്തുന്നവരാൽ അവർ നശിച്ചു പോകും. വീണ്ടും എടുക്കാം. നമ്മൾ വായിച്ച എഫേസ്യ ലേഖനത്തിലേക്ക് തന്നെ മടങ്ങി വരാം. ഞാനിത് പറയുകയോ പ്രസംഗിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് ഒരു നല്ല ശതമാനം ആളുകൾക്ക് എന്നെ ഇഷ്ടപ്പെടില്ല. എനിക്ക് പ്രശ്നമല്ല. പൗലോസ് പറഞ്ഞ പോലെ ഒരു ലക്ഷ്യമേ ഉള്ളൂ, എന്നെ അയച്ചവൻ്റെ മുന്നിൽ അംഗീകരിക്കപ്പെട്ടവനായി നിൽക്കണം. നോക്കുക, ഈ എഫേസ്യ ലേഖനം 4 ആ ഭാഗം ഒന്ന് ചൂണ്ടിക്കാണിക്കാം. 4 11 വാക്യം നമുക്ക് നോക്കാം. അത് ചിലരുടെയെങ്കിലും കണ്ണുകളും തുറന്നിരുന്നെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പോവുകയാണ്. 4:11 വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. 4:11 ചിലരെ എന്ന് കർത്താവ് പറഞ്ഞ വാക്കൊന്ന് ശ്രദ്ധിക്കണം. ചിലരെ നോക്കി. 11 വാക്യം. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചു. ശ്രദ്ധിച്ചോ നിങ്ങള്? ചിലരെ അപ്പോസ്തലന്മാർ, ചിലരെ പ്രവാചകന്മാർ, ചിലരെ സുവിശേഷകന്മാർ, ചിലരെ ഇടയന്മാരും ഉപദേഷ്ടാക്കാരും, ചിലരെ പാസ്റ്റേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്. 2 പേരല്ലത്. നമ്മളിൽ ഏറിയ പങ്കും ചിന്തിക്കുന്നത് പാസ്റ്റേഴ്സിനെ ചിലരെ പാസ്റ്റേഴ്സായിട്ടും ചിലരെ ടീച്ചേഴ്സായിട്ടും നിയമിച്ചെന്ന. ചിലരെ ഇവിടെ വായിക്കുന്നത് പോലെ ചിലരെ ഇടയന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചെന്നാണ്. അല്ല, ഞാൻ ഈ ഭാഗം മനസ്സിലാക്കിയപ്പോൾ, ഈ ഭാഗം ശ്രദ്ധിച്ചപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമം നടത്തി. ഞാനത് മുഴുവൻ എടുത്ത് പറയുന്നില്ല. ഗ്രീക്ക് ഭാഷയിൽ ഇത് എഴുതിയിരിക്കുമ്പോൾ ആ ഗ്രീക്ക് ഭാഷയിലെ പ്രയോഗം എടുത്ത് പറയുന്നുണ്ട്. 2 നാമങ്ങൾ, 2 nouns have ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. 2 നാമത്തിന്റെ മുന്നിൽ ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വന്നാൽ, ഇവിടെ നോക്കിയാൽ ചിലരെ എന്ന് പറഞ്ഞ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വന്നപ്പോൾ ആ ഡെഫിനിറ്റ് ആർട്ടിക്കിളിന്റെ പിറകിൽ 2 പേരുടെ ഇത് പറയുമ്പോൾ അവർ 2 ഒന്നാണെന്ന് ഗ്രീക്ക് ഭാഷയുടെ ഗ്രാമർ പഠിപ്പിക്കുന്നു. ദൈവജനത്തെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ദൈവം എഴുന്നേൽപ്പിച്ചൊരു പാസ്റ്റർ ഉണ്ടെങ്കിൽ, ദൈവം എഴുന്നേൽപ്പിച്ചൊരു ഇടയനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മൂപ്പനുണ്ടെങ്കിൽ, അദ്ദേഹം ആരായിരിക്കും? ദൈവജനം പഠിപ്പിക്കുന്ന ആളായിരിക്കും. ഹി വിൽ ബി എ ടീച്ചർ.
കാരണം കർത്താവാണ് ആ സവിശേഷ ഗുണം അദ്ദേഹത്തിന് കൊടുക്കുന്നത്. ദൈവം ഒരു ഇടയനെ എഴുന്നേൽപ്പിച്ചാൽ, ദൈവം ഒരു പാസ്റ്ററിനെ എഴുന്നേൽപ്പിച്ചാൽ, ആ ദൈവം അദ്ദേഹത്തിന് ദൈവജനം പഠിപ്പിക്കാൻ കഴിവ് കൊടുത്തിരിക്കും. അല്ലെങ്കിൽ അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചിട്ടില്ല. നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ ദൈവം ശിംശോനെ എഴുന്നേൽപ്പിച്ചു, ദൈവം ഗിദെയോനെ എഴുന്നേൽപ്പിച്ചു എന്ന് വായിക്കുന്നുണ്ട്. ദെബോറെ ദൈവം എഴുന്നേൽപ്പിച്ചായിട്ട് വായിക്കുന്നില്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ദെബോറെ ദൈവം എഴുന്നേൽപ്പിച്ചാൽ അവൾ തന്നെ എഴുന്നേറ്റാ. എന്നാൽ ദൈവം എഴുന്നേൽപ്പിച്ചവരുണ്ട് ന്യായാധിപന്മാർ. ദൈവസഭയിൽ കാണുന്ന നിറയേറിയ പങ്ക് ഞാൻ പറയട്ടെ, ദൈവത്താൽ എഴുന്നേൽപ്പിക്കപ്പെട്ടവരല്ല. പ്രായത്തിൻ്റെയും പണത്തിൻ്റെയും കുടുംബത്തിൻ്റെയും മറ്റും സ്വാധീനതകൾ കൊണ്ട് സഭയുടെ ശുശ്രൂഷകളിൽ കയറിപ്പറ്റിയവര് ദൈവത്തോടും ദൈവജനത്തോടും ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം കൃപാവരങ്ങൾ കൊടുത്തിട്ടുള്ളവരെ അവരെ വാസ്തവത്തിൽ ഒരു ഭാഗത്തോട്ട് മാറ്റി നിർത്തി ദൈവജനത്തിന് വേണ്ടവണ്ണം പരിപാലനം ലഭിക്കാതെ അവരെ ഉപദേശിപ്പാൻ സാധ്യമല്ലാത്തൊരു പ്രവണത വരുത്തിവെച്ചതിൻ്റെ കണക്കുകൾ വാസ്തവത്തിൽ ഇങ്ങനെയുള്ള എൻ്റെ ജനത്തെ മെനി പാസ്റ്റേഴ്സ് ഹാവ് ഡിസ്ട്രോയ്ഡ് മൈ വിനിയാർഡ്, എൻ്റെ മുന്തിരിത്തോട്ടത്തെ അനേക പാസ്റ്റർമാരെ നശിപ്പിച്ചു. അപ്പം നേർന്നു, അമ്മ നേർന്നു, അല്ലെങ്കിൽ മനസ്സിലൊരു പ്രേരണ തോന്നി, ബൈബിൾ സ്കൂളിൽ പോയി പഠിച്ചു, ഇറങ്ങി, അടുത്ത പാസ്റ്റർ അല്ലെങ്കിൽ ഒരു എൽഡറാണ്, അല്ലെങ്കിൽ ഒരു സുവിശേഷനായി മാറുകയാണ്. നോ നോ നോ, ഇതൊക്കെ ആധുനിക കാലത്തിൻ്റെ ചിന്തകളാണ്. ദൈവം കൃപാവരങ്ങൾ കൊടുത്തവരെ ദൈവം എഴുന്നേൽപ്പിക്കും. ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുള്ളവരെ ശുശ്രൂഷകൾ അനുഗ്രഹമാക്കും. ദൈവം അവരെ എടുത്തുപയോഗിക്കും. നമ്മൾ ഓർത്തതുപോലെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ച ന്യായാധിപന്മാരുണ്ട്, തന്നെ എഴുന്നേറ്റ ദെബോറയെ പോലുള്ളവരുണ്ട്. ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, ഈ ഇടയന്മാരുടെ അല്ലെങ്കിൽ പാസ്റ്ററിന്റെ അല്ലെങ്കിൽ ഈ മൂപ്പന്മാരുടെ സവിശേഷകൾ പറയുന്ന തിമത്യോസും തീത്തോസും നമ്മൾ പഠിച്ചു നോക്കിയാൽ അവിടെ ആകെ ഒരു ഗിഫ്റ്റേ പറയുന്നുള്ളൂ, ഒറ്റ ഗിഫ്റ്റേ പറയുന്നുള്ളൂ. ബാക്കി മുഴുവൻ ആത്മഫലമാണ് പറയുന്നത്, അദ്ദേഹത്തിന്റെ സാക്ഷ്യമാണ്, ജീവിതമാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു ഗുണം പറയുന്നു, ഒരു ഗിഫ്റ്റ് പറയുന്നുണ്ട്. എന്താ ഗിഫ്റ്റ്? 1 തിമോഥെയോസ് 3:2 എന്താ പറയുന്നത്? അവൻ ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം. ഹി ഷുഡ് ബി ആപ്റ്റ് ടു ടീച്ച്. ദൈവജനം പഠിപ്പിക്കാൻ കഴിവുള്ളവനായിരിക്കണം. ദൈവജനം പഠിപ്പിക്കാൻ കഴിവുള്ളവനായിരിക്കണം. ഞാൻ വീണ്ടും ഇത് പഠിച്ചു നോക്കിയപ്പോൾ പാസ്റ്റർ എന്നുള്ള പദത്തിൻ്റെ അല്ലെങ്കിൽ എൽഡർ, പാസ്റ്റർ, എൽഡർ, ബിഷപ്പ്, ഇത് മൂന്നും ഒരു പദമാണ്. ഒരാളെ കാണിക്കുന്നതാണ് പുതിയ നിയമത്തിൽ. പാസ്റ്റർ എന്നും എൽഡർ എന്നും ബിഷപ്പ് എന്ന് പറഞ്ഞാൽ ഒരാളെ കാണിക്കുന്നതാണ്. ഞാൻ തിരുവനന്തപുരത്ത് തെളിയിച്ചു തരാൻ വേണം. എന്നാൽ ഇവിടെ എന്നെ പഠിപ്പിച്ച ദൈവജനത്തിൽ നിന്ന് മനസ്സിലാക്കി തന്ന മറ്റൊരു കാര്യം, ഈ പാസ്റ്റർ എന്നതിൻ്റെ ക്രിയാപദം, വെർബ് ഉപയോഗിച്ചിരിക്കുന്ന 3 ഭാഗം പുതിയ നിയമത്തിൽ ശ്രദ്ധിച്ചപ്പോഴും ആ 3 ഭാഗത്തും പറഞ്ഞ എന്താണെന്നറിയാമോ? ആടിനെ തീറ്റണമെന്ന്. ഞാൻ വേണേ പറയാം 3 ഭാഗവും. യോഹന്നാന്റെ സുവിശേഷം 21:16, യോഹന്നാൻ 21, മലയാളത്തിൽ 15ഉം 17ഉം വാക്യം. എൻ്റെ ആടുകളെ പാലിക്ക എന്നുള്ളത് ഇംഗ്ലീഷിൽ ഫീഡ് മൈ ഷീപ്പ്. പാലിക്കുക എന്നുള്ളതും ഫീഡ് ചെയ്യുക എന്നുള്ളതും രണ്ടും രണ്ടാ. ടെൻഡ് എന്നുള്ളതും ഫീഡ് മൈ ഷീപ്പ് 2. അപ്പോസ്തലപ്രവൃത്തി 20:28 മൂപ്പന്മാരോട് പൗലോസ് പറയുക, ദൈവത്തിന്റെ സഭയെ മേയ്ക്കുക, ടു ഫീഡ് ദ ചർച്ച് ഓഫ് ഗോഡ്. 1 പത്രോസ് 5:2 നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ച്ചുകൊള്ളുവിൻ, ഫീഡ് ദ ഫ്ലോക്ക് ഓഫ് ഗോഡ് വിച്ച് ഈസ് അമംഗ് യു. ഇവിടെ എല്ലാം എടുത്തു പറയുന്നുണ്ട്, ദൈവത്തിന്റെ ആടിനെ പോഷിപ്പിക്കുക, ഫീഡ്. ഞാൻ ചോദിച്ചോട്ടെ, തീറ്റ കൊടുക്കാൻ അറിയാത്തവൻ എങ്ങനെ ഇടയനായിട്ടിരിക്കുന്നത്? അതുകൊണ്ടാണ് ദൈവജനത്തിൽ പറയുന്നത് ഹീ ഷുഡ് ബി ആപ്റ്റ് ടു ടീച്ച്. നമ്മൾ ഓർത്തതുപോലെ ദൈവം എഴുന്നേൽപ്പിച്ച ഇടയന്മാർ ഉപദേശിപ്പാൻ സമർത്ഥന്മാരായിരിക്കും. സത്യവചനത്തെ അവർ മുറുകെ പിടിക്കുക മാത്രമല്ല, അത് പഠിപ്പിക്കാൻ കഴിവുള്ള. അങ്ങനെ അവരുടെ ഉപദേശം കൊണ്ട്, അവരുടെ പഠിപ്പീര് കൊണ്ട് പോകുന്ന, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാൽ ഉപായത്താൽ കാറ്റിനാൽ ഉഴന്നടന്ന ശിശുക്കളെ പോലെ ആകരുത് ഉപദേശത്തിൽ. ഞാൻ ഭയത്തോടെ ഓർപ്പിക്കട്ടെ, ഇന്ന് സഭയെ പരിപാലിക്കുന്ന മൂപ്പന്മാർക്ക് ഉപദേശം അറിയില്ല. അവർ തന്നെ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനത്തിന്റെ കാര്യം അല്പം കഴിയുമ്പോൾ എന്താകും? ജനങ്ങൾ തെറ്റിപ്പോകുന്നതിന്റെ, ജനങ്ങൾ അതും ഇതും കാണുമ്പോൾ അങ്ങോട്ട് പോകുന്നതിന്റെ നമുക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ ഇത് പറയുമ്പോൾ വീണ്ടും ഞാൻ ഓർപ്പിച്ചോളട്ടെ, ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാൻ ഓർപ്പിച്ചുകൊള്ളാം. അത് എൻ്റെ ലൈഫിലൊരു ചലഞ്ചിങ് വാക്യമാണ്.
എന്നെ വെല്ലുവിളിക്കുന്ന ഒരു വാക്യമാണ്. ആ വാക്യം ഞാൻ എടുക്കുകയാണ് 2 തിമോഥെയോസ്. ഈ ചിന്തിച്ചതിനുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ്. എന്നെ പലപ്പോഴും വെല്ലുവിളിക്കുന്ന ഒരു വാക്യമാണ്. 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യം. 2 തിമോഥെയോസ് 2:14-15 വാക്യം. കേൾക്കുന്നവരെ മറിച്ചു കളയുന്നതല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായ ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. 15-ാം വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം, അതിന് ഇംഗ്ലീഷും വായിക്കും. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായ ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. ഇംഗ്ലീഷ് ഞാൻ വായിക്കട്ടെ. സ്റ്റഡി ടു ഷോ thyself approved unto God, a workman that needeth not to be ashamed, rightly dividing the word of truth. എന്തൊരു മനോഹരമാണ് ഇംഗ്ലീഷിൽ. സ്റ്റഡി ടു ഷോ thyself approved unto God, a workman that needeth not to be ashamed, rightly dividing the word of truth. ദൈവവചനത്തെ ശരിയായി ഭാഗിച്ച് ലജ്ജിപ്പാൻ വകയില്ലാത്ത ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട ഒരു ദൈവദാസനായി വേലക്കാരനായി നിൽപ്പാൻ ശ്രമിക്കുക തിമോഥെയോസേ. അപ്പോൾ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കുന്നു. ദൈവദാസന്മാരെ ലജ്ജിക്കുന്നവരുണ്ട്, ലജ്ജിക്കാത്തവരുണ്ട്. ലജ്ജിക്കാത്തവരാരാണ്? ദൈവജനത്തെ യഥാർത്ഥമായി പഠിപ്പിക്കുന്നവരാണ്, ദൈവജനത്തെ യഥാർത്ഥമായി പിടിച്ചുകൊള്ളുന്നവരാണ്. കർത്താവിൻ്റെ വചനത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ 2:28 വായിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾ ലജ്ജിക്കാതിരിക്കേണ്ടതിന് അവനിൽ വസിക്കുക, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിക്കുക. അപ്പൊ കർത്താവിന്റെ വരവിൽ അനേകര് ലജ്ജിച്ചു പോകും. ആരാണ് ലജ്ജിക്കുന്നത്? വീണ്ടും ഞാൻ കാണിച്ചു തരാം. 119-ാം സങ്കീർത്തനം എടുത്തേ. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ അനേകർ ലജ്ജിക്കും. ഇവിടെ നമ്മൾ വായിച്ചു, തിമോഥെയോസ് കൊണ്ട് രേഖപ്പെടുത്തിയപ്പോൾ ലജ്ജിക്കാൻ വകയില്ലാത്തൊരു വേലക്കാരനായി നിൽക്കണം. ആരാണത്? 119-ാം സങ്കീർത്തനത്തിന്റെ അതിന്റെ 4-ാം വാക്യം നോക്കി. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്നെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. 6-ാം വാക്യം. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. നിന്റെ കൽപ്പനകളെ കൃത്യമായി ആചരിപ്പാനാണ് നീ തന്നത്. ഞാൻ അത് സൂക്ഷിക്കുകയാണെങ്കിൽ ഞാൻ ലജ്ജിക്കത്തില്ല. തിമോഥെയോസിന് പൗലോസ് എഴുതി, ലജ്ജിക്കാതിരിപ്പാൻ, കർത്താവിന്റെ വരവിൽ ലജ്ജിച്ചു പോകാതിരിപ്പാൻ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിഭാഗിച്ച് പഠിച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ളത് പറഞ്ഞു. റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ഗോഡ്. ഇംഗ്ലീഷിൽ റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. അത് ഈ വാക്യം പണ്ട് ഞാൻ ചിന്തിച്ചിരുന്നു. റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അപ്പം എടുത്ത് മുറിച്ച് ഓരോ കഷ്ണം ഓരോരുത്തർ കൊടുക്കുന്ന പോലെ ദൈവജനത്തെ അങ്ങനെ കൃത്യമായിട്ടൊക്കെ മുറിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയല്ല, അങ്ങനെയല്ല. അതിൻ്റെ ആശയം ഒന്ന് മനസ്സിലായി. അതായത് ശരിയായിട്ടുള്ള ഒരു ദൈവദാസൻ അവൻ എന്താ പറയുന്നതെന്ന് അറിയാമോ? ആ തിമോഥെയോസിന്റെ ലേഖനം നമുക്കൊന്ന് എടുക്കാം. അതെടുത്ത് കഴിയുമ്പോൾ നമുക്കത് 2 തിമോഥെയോസ് 2-ാം അധ്യായം 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തില് 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തില് ഇംഗ്ലീഷിൽ വായിച്ചപ്പോൾ റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. എന്നാൽ അതിന്റെ 18-ാം വാക്യത്തില് നമ്മൾ വരുമ്പോൾ ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാന കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു, കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവരെല്ലാം അനീതി വിട്ടുകളോട്ടെ. 18-ാമത്തെ വാക്യം. ഹുമനിയോസും ഫിലത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാണ്. അവർ സത്യം വിട്ട് തെറ്റി. അവർ സത്യം വിട്ട് തെറ്റി. എന്നാൽ 15-ാം വാക്യത്തില് സത്യവചനത്തെ യഥാർത്ഥമായി ഭാഗിച്ചുകൊണ്ട് ലജ്ജിക്കാൻ വകയില്ലാത്തൊരു ദൈവദാസനായി നിൽക്കണം. അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം ടു കട്ട് സ്ട്രേറ്റ് എന്നാണ്. ടു കട്ട് സ്ട്രേറ്റ്. ഒരു ദൈവദാസന്റെ ജോലി അതാ. എന്താ ജോലി? വഴിയില്ലാത്ത ഒരു വനാന്തരം, മാർഗമറിയാതെ ഇരിക്കുന്ന ജനങ്ങൾ, ശരിയായ പാതയെന്ന് അറിയാൻ വയ്യാത്ത ജനങ്ങൾ, അവർക്ക് വേണ്ടി ഒരു വഴി വെട്ടിക്കൊടുക്കുകയാണ് ദൈവദാസൻ. ദൈവം പറയുന്നു, കട്ട് ഇറ്റ് സ്ട്രേറ്റ്. നീ ഒരു വഴി നേരെ വെട്ടിക്കൊടുത്താൽ അതിന്റെ പിറകെ വരുന്നവർക്ക് നേരെ നടന്നു പോകാൻ കഴിയും. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഈ പാസ്റ്റേഴ്സ് എൻ്റെ വിനിയാട് നശിപ്പിച്ചു കളഞ്ഞു, അവരെ നടത്തുന്നവർ അവരെ നശിപ്പിച്ചിരിക്കുന്നു, അവരെ തെറ്റിച്ചു കളഞ്ഞു. യഥാർത്ഥമായ ഒരു ദൈവദാസൻ ചെയ്യേണ്ടതാണ് ദൈവത്തിന്റെ വചനത്തെ ശരിയായിട്ട് വെട്ടിക്കൊടുക്കുക, നേരെ വഴി വെട്ടിക്കൊടുക്കുക. നമുക്ക് ഇവിടെ വായിക്കുന്നുണ്ട് 18-ാം വാക്യത്തിൽ, അവർ വഴി സത്യം വിട്ട് തെറ്റി. സത്യം വിട്ട് തെറ്റി. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 13:10 വായിക്കുന്നുണ്ട്. എലിമാസിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, കർത്താവിന്റെ നേർവഴിയെ മറിച്ചു കളയുന്നു. ഇംഗ്ലീഷിൽ വായിച്ചാൽ മേക്കിംഗ് ക്രൂക്കഡ് ദ സ്ട്രെയിറ്റ് പാത്ത് ഓഫ് ദ ലോർഡ്.
കർത്താവിൻ്റെ നേരെയുള്ള വഴിയെ ക്രൂക്കഡാക്കി മാറ്റുക. എലീമാസിനെ കുറിച്ച് പൗലോസ് പറയുകയാണ്. എന്നാൽ യഥാർത്ഥമായ ഒരു ദൈവദാസൻ ആ വഴി നേരെ വെട്ടണം. എന്നാൽ ഒരു ദൈവദാസൻ അങ്ങനെ വെട്ടിക്കൊടുക്കണമെങ്കിൽ അവൻ കുറെ അധ്വാനിച്ചേ സാധിക്കുള്ളൂ. അവൻ്റെ വാക്കുകൾ കേൾക്കുന്ന ഒരു വട്ടം ആളുകളുണ്ട്, അവൻ്റെ പുറകെ വരുവാൻ തയ്യാറായ ഒരു വട്ടം ആളുകളുണ്ട്. അവരോട് വാസ്തവത്തിൽ നീ ഒരു വിശ്വസ്തനായ ദൈവദാസനാണെങ്കിൽ, ലജ്ജിക്കാൻ വകയില്ലാത്തൊരു ദൈവദാസനാണെങ്കിൽ, ഇതിനോടൊന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ ദൈവത്തിൻ്റെ വചനത്തെ അതുപോലെ അനുസരിപ്പാൻ നീ നേരെ ഒരു വഴി വെട്ടിക്കൊടുക്കണം. കട്ട് ഇറ്റ് സ്ട്രേറ്റ്. അതാണ് ഇവിടെ വായിച്ചത്, റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. പുറകെ വരുന്നവർക്ക് നേരെ നടക്കുവാനായിട്ട് സാധിക്കും. വളരെ വില കൊടുത്തേ സാധിക്കുള്ളൂ. സൂപ്പർഫ്ലുവസ്, അതായത് ഉപരിവിപ്ലവമായിട്ട് ജീവിക്കുന്നവർക്ക് അത് സാധിക്കില്ല. ദൈവജനത്തിൽ അധ്വാനമാണ്. താൻ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ഉപദേശത്തിലും ദൈവജനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്ന മൂപ്പന്മാരെ ഇരട്ടി മാനത്തിന് യോഗ്യനായി എണ്ണം. ദൈവം അത് ആവശ്യപ്പെടുന്നു. കാരണം എന്നാ? അവർ ലേബർ ചെയ്യുകയാണ്. ദൈവജനത്തിൽ ഉപദേശത്തിൽ അവർ ലേബർ ചെയ്യുക. അവരെ നിങ്ങൾ ഹോണർ ചെയ്യുക, ഡബിൾ ഹോണർ കൊടുക്കുക. കാരണം അവർ ദൈവത്തിന് വേണ്ടി അധ്വാനിച്ച് അത് നേരെ വെട്ടിക്കൊടുക്കുക. ഞാൻ പറയട്ടെ, ഇന്നുള്ള ഒരു നല്ല ഭാഗം ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ദൈവജനം പ്രസംഗിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ ചെന്നാൽ നിങ്ങൾക്ക് വല്ലതും ദൈവജനത്തിൽ നിന്ന് കിട്ടാറുണ്ടോ? കിട്ടാറില്ല. അത്ഭുതങ്ങളുടെയും രോഗശാന്തിയുടെയും സാക്ഷ്യത്തിൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ഉപരിവിപ്ലവമായ മനുഷ്യനെ വികാരഭരിതനാക്കി, മനുഷ്യനെ എല്ലാം കൂടെ ആകപ്പാടെ ഒരു ബഹളമുണ്ടാക്കി അവരെ വാസ്തവത്തിൽ ആ സമയങ്ങൾ മുഴുവൻ തീർന്നു പോവുകയാണ്. മരം പുല്ല് വൈക്കോല് കൊണ്ടുള്ള പണി, വലിയ വലുപ്പമൊക്കെ ഉണ്ട്, അത് കത്തിപ്പോവും. പൊന്നവെള്ള വിലയേറിയ കല്ലുകളെ കൊണ്ടുള്ള പണി, അത് ഇച്ചിരി അധ്വാനിച്ചെങ്കിലേ പണിയാൻ സാധിക്കുകയുള്ളൂ. ആ തീയുടെ ശോധനയിൽ നിലനിൽക്കും. ഞാനിങ്ങനെ പറയാറുണ്ട്, യെശയ്യാപ്രവചനം 28 അധ്യായം എടുക്കുമ്പോൾ ഇന്നത്തെ കാലത്തുള്ള ബന്ധത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യമാണ്. ഇതിന് വില കൊടുക്കുന്നവർ വളരെ ചുരുക്കമാണ്. ഈ കാലത്തുള്ള ബന്ധത്തിൽ വളരെ ഭയത്തോടുകൂടെ ഓർക്കേണ്ട ചില കാര്യങ്ങൾ. 28 അധ്യായം ദൈവത്തിൻ്റെ വചനം എങ്ങനെ തന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം നേരെ അങ്ങ് തന്നിരിക്കുകയല്ല, ഇത് പഠിക്കാനായിട്ട് വളരെ അധ്വാനിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എന്നാ? കുറച്ചിവിടെ കുറച്ചവിടെ. ഇപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഞാൻ ഈ ഒരു മണിക്കൂറൂടെ പ്രസംഗിച്ചപ്പോൾ എവിടെയെല്ലാം നിന്ന് തിരക്കിയാണ് ഈ ദൈവവചനം എടുത്ത് ഞാൻ മുന്നേ കൊണ്ടുവച്ചത്. അങ്ങനെയാണ് ദൈവം തന്നിരിക്കുന്നത്. ഒരിക്കലും അതിൻ്റെ ഉപരി തലത്തിലൂടെ നടക്കുന്ന ഒരാളെ ദൈവം അത് മനസ്സിലാക്കി കൊടുക്കില്ല. വളരെ വിനയത്തോട് പ്രാർത്ഥനയോടുകൂടെ മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ചെലവഴിച്ച് ദൈവജനത്തെ ശോധന ചെയ്ത് പഠിച്ച്, പൗലോസ് തിമോഥെയോസ്, സ്റ്റഡി ടു ഷോ തൈസെൽഫ്. നീ പഠിക്കണം. സ്റ്റഡി ടു ഷോ തൈസെൽഫ് അപ്രൂവ്ഡ് അൺടു ഗോഡ്, എ വർക്ക്മാൻ ദാറ്റ് നീഡeth not to be ashamed, rightly dividing the word of truth. എന്നാൽ ഇന്ന് ഏറിയ പങ്കാളുകൾക്കും അങ്ങനെ പഠിക്കാനുള്ള താല്പര്യമൊന്നുമില്ല. നോക്കാം, ഇവിടെ യെശയ്യാവ് 28 നമ്മൾ വരുമ്പോൾ ഞാനിത് ഓർപ്പിച്ചു പോവുകയാണ് സന്ദർഭവശാൽ. ദൈവജനം എങ്ങനെയാണെന്ന് നോക്കിയാട്ടെ. 10-ാം വാക്യം, ചട്ടത്തിന്മേൽ ചട്ടം, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, സൂത്രത്തിന്മേൽ, ഇവിടെ അല്പം അവിടെ അല്പം, ഇവിടെയും അവിടെയൊക്കെ അല്പമാണ്. അതിൻ്റെ 13-ാം വാക്യം നോക്കിയും 12-ാം വാക്യത്തിന് അവസ്ഥ, എങ്കിലും കേൾപ്പാൻ അവർക്ക് മനസ്സിലായികയാൽ ആകയാൽ അവർ ചെന്ന് പിറകോട്ട് വീണ് തകർന്ന് കുടുക്കിൽ അകപ്പെട്ട് പിടിപെടേണ്ടതിന് യഹോവയുടെ വചനം അവർക്ക് ചട്ടത്തിന്മേൽ ചട്ടം, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, സൂത്രത്തിന്മേൽ സൂത്രം, ഇവിടെ അല്പം അവിടെ അല്പം, ഇവിടെ അവിടെയൊക്കെ അല്പമാണ്. എന്നിട്ട് ദൈവം പറയുന്നത് തന്നെ 22-ാം വാക്യം, ആകയാൽ നിങ്ങളുടെ ബന്ധനങ്ങളിൽ മുറുകിപ്പോകാതിരിക്കേണ്ടതിന് എന്ന് ദൈവം പറയുമ്പോൾ 23-ാം വാക്യം നോക്കിയേ, ചെവി തന്നെൻ്റെ വാക്ക് കേൾപ്പീൻ, ശ്രദ്ധ വെച്ചെൻ്റെ വചനം കേൾപ്പീൻ. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ എൻ്റെ വചനം കേൾക്കണം. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ജാഗരൂകരായി എൻ്റെ വചനം ശ്രദ്ധിക്കുകയും എൻ്റെ വചനത്തിന് ചെവി കൊടുക്കുകയും ചെയ്യണം. കാരണം എൻ്റെ വചനം അവിടെ ഇവിടെയൊക്കെ അല്പമൊക്കെയാ, ഇല്ലെങ്കിൽ നിങ്ങൾ പിടിപെട്ടു പോകും. വില കൊടുക്കണം. അതിവിടെ ഇത് പറയുമ്പോൾ ഞാൻ എടുത്തു പറയാറുണ്ട്, അതിൻ്റെ 13-ാം വാക്യം നോക്കി, ദൈവം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ അല്പമൊക്കെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ആകയാൽ അവർ ചെന്ന് പുറകോട്ട് വീണ് തകർന്ന് കുടുക്കിലകപ്പെട്ട് പിടിപെടേണ്ടതിന്. അവരൊരു കണിയിലകപ്പെട്ടു. പറയുമ്പോൾ ക്ഷമിക്കണം, TV ഒക്കെ ഓൺ ചെയ്താൽ കാണാം, ചില ആളുകളൊക്കെ ഇങ്ങനെ കൈ ഇങ്ങനെ വീശുമ്പോൾ, ചിലരൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആളുകളൊക്കെ വീഴുന്നത് കാണാം. പക്ഷേ വീഴുന്നവരൊക്കെ എങ്ങോട്ടാണ് വീഴുന്നത്? മുന്നോട്ടാണോ പുറകോട്ടാണോ? പുറകോട്ടാണ് വീഴുന്നത്. ഇവിടെ പറഞ്ഞെന്താ? അവർ പിറകോട്ട് വീണ് തകർന്ന് കുടുക്കിലകപ്പെടണം. ദൈവജനം പരിശോധിച്ച് യഥാർത്ഥമായി ദൈവസന്നിധിയിൽ വീണിട്ടുള്ളവരൊക്കെ കവണ്ണ് വീണ് നമസ്കരിക്കുക, അല്ലേ?
അബ്രഹാം മുതലായവരൊക്കെ എങ്ങനെയാണ് വീഴുന്നത്? അവർ മുന്നോട്ട് കവിണ്ണു വീണ് ദൈവത്തെ നമസ്കരിക്കുമ്പോൾ കണിയിലകപ്പെട്ടവരൊക്കെ പുറകോട്ട് വീഴുകയാണ്. ഇന്ന് കൈവീശിയാലുടൻ, നെറ്റിയെ തൊട്ടാലുടൻ ആളുകൾ പുറകോട്ട് വീഴുന്നു. എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, അവർ കുടുക്കിലകപ്പെട്ട് പിടിപെട്ടിരിക്കുകയാണ്. ഇത് പ്രസംഗിക്കുന്നവരെ കുറിച്ച് പറയും അവർക്ക് ആത്മാവില്ലെന്ന് പറയും. അവർ പറയുന്ന സത്യമാണെന്ന് പരിശോധിക്കാൻ മനസ്സില്ല. ദൈവജനത്തെ പരിശോധിപ്പാൻ മനസ്സില്ല. ചില ഉപരിവിപ്ലവമായ വികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് വാസ്തവത്തിൽ നീങ്ങുമ്പോൾ ഭയത്തോടെ ഞാൻ ഓർപ്പിക്കട്ടെ, പൗലോസ് പറഞ്ഞ പോലെ വിശ്വാസം ത്യജിക്കും അന്ത്യകാലത്ത് വളരെ വ്യക്തമായ ആത്മാവ് പറയുന്നു. ദൈവസഭയെ നടത്തുന്ന ഇടയന്മാര്, പാസ്റ്റർമാര് ദൈവജനം യഥാർത്ഥമായി അറിയാത്ത ഒരു സമൂഹമായി മാറി. അവർക്കറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ അവർ നടത്തുന്ന ജനത്തെ ഇത് പഠിപ്പിക്കും? നമ്മുടെ എഫേസ്യ ലേഖനത്തിൽ വായിച്ചെന്താണ്? ദൈവം ഇവരെ സഭയ്ക്ക് കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ആകയാൽ അവരെ ഈ വിധത്തിൽ അവരെ ദൈവവചനത്തിൽ, വാസ്തവത്തിൽ ഉപദേശത്തിലും ദൈവജനത്തിലും ഉഴന്നു പോകുന്നവരായി മാറാതെ ഉറച്ചു നിൽപ്പാൻ, വേവർ ചെയ്തു പോകാതിരിപ്പാൻ അവരെ ഉറപ്പിക്കാനാണ് ഇങ്ങനെയുള്ള ദൈവദാസന്മാരെ ദൈവം കൊടുത്തത്. അവർ തന്നെ ആടി തുടങ്ങിയാൽ പിന്നെ എന്ത് ചെയ്യും? അവർക്കിത് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? എൻ്റെ പ്രിയപ്പെട്ടവർ, എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, കർത്താവ് പറഞ്ഞതുപോലെ ശേത്തിന്റെ വംശവും കായീന്റെ വംശത്തിലേക്ക് പോകും. അവസാനം പെട്ടകത്തിൽ കയറുവാൻ ആളില്ലാത്തൊരവസ്ഥയിലേക്ക് കടന്നു വരും. കുറച്ചുപേര് കാണും. അല്പജനം എന്ന് വെച്ചാൽ 8 പേര് കാണും. നോഹയുടെ കാലത്ത് സംഭവിച്ച പോലെ വളരെ ചുരുക്കം ഒരു ശേഷിപ്പ് അവിടെ കടന്നു ചെല്ലാനായിട്ട് കാണും. നാം എത്ര ശ്രദ്ധിക്കണം, നാം എത്ര ഭയത്തോടെ ഓർക്കണം. ഇവിടെ ബുദ്ധിമുട്ടുണ്ട്, ഇവിടെ പ്രയാസമുണ്ട്, ഇവിടെ പരിശോധനയുണ്ട്. ഈ ഉപദേശങ്ങൾക്ക് വളരെ പ്രാധാന്യതയുണ്ട് എന്ന് ഞാൻ പറയട്ടെ. ഞാൻ ആ ഭാഗം ഓർപ്പിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കട്ടെ. ദൈവജനത്തിൽ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ, ലേഖനങ്ങളെടുത്ത് എഫേസ്യ ലേഖനമോ പത്രോസ് ലേഖനമോ കൊലോസ് ലേഖനമോ പൗലോസ് എഴുതിയിട്ടുള്ള ലേഖനങ്ങളോ പത്രോസ് എഴുതിയ ലേഖനങ്ങളോ എടുത്താൽ, ലേഖനങ്ങളുടെ ആദ്യം ഉപദേശം പറഞ്ഞിട്ട് രണ്ടാമത് മാത്രമേ പ്രായോഗിക വശങ്ങൾ പറയുന്നുള്ളൂ. എന്തുകൊണ്ടാണ്? ഉപദേശമാണ് പ്രാധാന്യതയുള്ളത്. യെസ്, ഉപദേശമാണ് പ്രാധാന്യതയുള്ളത്. വചനത്തിൽ നിന്ന് എനിക്ക് ഒരുപാട് 2 തിമോഥെയോസ് 3:10 ദൈവജനത്തെ കുറിച്ച് പറയുമ്പോൾ ഉപദേശത്തിനും നടപ്പിനും എന്നുള്ളത് പറയുമ്പോൾ ഉപദേശമാണ് ആദ്യം പറയുന്നത്. 2 തിമോഥെയോസ് 3:16-17 വാക്യം, ദൈവജനം പ്രോഫിറ്റബിൾ ഫോർ ഡോക്ട്രിൻ, ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും. അവിടെ ആദ്യം പറയുന്നത് ഏതാ? ഉപദേശത്തിന്. അപ്പോസ്തലത്തിൽ 2:41-42 വാക്യം, അപ്പോസ്തലത്തിൽ 2:40 ആദിമസഭ ദൈവസന്നിധിയിൽ അടുത്തു വന്ന് അവർ ഒന്നിച്ചുകൂടിയത് എന്തിനാണ്? അവരാദ്യം ചെയ്തത് എന്താണ്? അപ്പോസ്തലത്തിൽ 2-ാം അധ്യായത്തിന്റെ 41 വാക്യം നോക്കി. 2-ാം അധ്യായത്തിന്റെ 41 വാക്യം, അവരുടെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റെന്ന് 3000 പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു. ഈ 4 കൂട്ടം കാര്യത്തിൽ ആദ്യം ചെയ്തത് എന്താണ്? ഉപദേശം കേട്ടു. സമാഗമന കൂടാരം പണിയാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. അതിൻ്റെ ശുശ്രൂഷകളെ കുറിച്ച് ദൈവം ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ ഈ ശുശ്രൂഷകൾ ചെയ്യുന്നതിന് മുമ്പ് ദൈവം പറയുന്നത് എങ്ങനെ അത് പണിയണം എന്നുള്ളതാണ് പറയുന്നത്. തിമോഥെയോസിന്റെ ലേഖനം നിർത്താട്ടെ. തിമോഥെയോസിന്റെ ലേഖനം എന്തിനാണ് ഈ ബൈബിളിലെ ഈ ലേഖനങ്ങളൊക്കെ രേഖപ്പെടുത്തിയത്? രക്ഷിക്കപ്പെടാൻ വേണ്ടിയാണോ? രക്ഷിക്കപ്പെടാൻ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം മാത്രം മതിയായിരുന്നല്ലോ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവൻ നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവനെ നൽകുവാൻ തക്കണം ലോകത്തെ സ്നേഹിച്ചു. 365 ദിവസം 2000 വർഷം പ്രസംഗിച്ചാലും ആ വാക്യത്തിന്റെ മാധുര്യം പോവില്ല. അത് മാത്രം മതിയായിരുന്നല്ലോ രക്ഷിക്കപ്പെടാൻ. അല്ല, ഉപദേശം എന്തിനാണ് തന്നത്? തിമോഥെയോസ് ലേഖനം നിർത്താട്ടെ. അവിടെ 1 തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 14-15 വാക്യം, 1 തിമോഥെയോസ് 3:14, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും എന്ന് ആശിക്കുന്നു, താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടത് എഴുതുന്നു. ലേഖനം എന്തിനാണ് എഴുതിയത്? യു ഷുഡ് നോ ഹൗ യു ought to behave in the church of the living God. ജീവനുള്ള ദൈവത്തിന്റെ സഭയിൽ നീ എങ്ങനെ വർത്തിക്കണമെന്ന് അറിയണം ഈ ലേഖനത്തിലൂടെ. എങ്ങനെയും ആർക്കും പ്രവർത്തിപ്പാൻ സാധിക്കില്ല. There is a doctrine, ഒരു ഉപദേശമുണ്ട്. നോക്കുക, റൈറ്റ് ഡോക്ട്രിൻ ഈസ് ദ ബേസിസ് ഓഫ് റൈറ്റ് ആക്ഷൻ. ഡോക്ട്രിൻ പ്രൊവൈഡ് ദ റീസൺ ഫോർ ഓർ അഗെയിൻസ്റ്റ് എ ലൈൻ ഓഫ് കോണ്ടക്ട്. ഉപദേശമാണ് ശരിയായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അടിത്തറയായിരിക്കുന്നത്.
ഉപദേശമാണ് അതിനോട് ഞാൻ ചേരണോ ചേരണ്ടായോ എന്നെ മനസ്സിലാക്കി തരുന്നത്. ഇന്ന് ഉപദേശങ്ങൾക്ക് പ്രാധാന്യത ഇല്ലാത്തത് കൊണ്ട് ക്രിസ്തീയ സമൂഹത്തിൽ ഏറിയ പങ്കും എന്തും എടുത്താൽ അത് കർത്താവിൻ്റെ വേലയാണെന്ന് ചിന്തിക്കുകയാണെന്ന്. തെറ്റാണ്. ആരോ ഒരു പാട്ടുകാരൻ പാടി, ആ പാട്ടിന് അർത്ഥമുണ്ട്, പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നതിന് വിഭിന്നമായൊരർത്ഥമാണ്. എന്താ പാട്ടെന്നറിയാമോ? നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ. നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകള്, തിരുനാമം ധരിച്ചുകൊണ്ട് ക്രിയകള്. ഒരു വേലയും ചെയ്യും ക്രിയയും ചെയ്യും. ഇത് കർത്താവിന്റെ മഹത്വത്തിനാണോന്നാ? ആകില്ല. ഇന്ന് അനേകർ ചെയ്യുന്നത് കർത്താവിന്റെ നാമം ധരിച്ചുകൊണ്ട് വേലയും ക്രിയയും ചെയ്തുകൊണ്ടിരിക്കുക. കർത്താവിന്റെ വചനം നമ്മൾ ഓർത്തതുപോലെ റൈറ്റ് ഡോക്ട്രിൻ ഈസ് ദ ബേസിസ് ഓഫ് റൈറ്റ് ആക്ഷൻ. ശരിയായ ഉപദേശമാണ് ശരിയായി നമ്മൾ വർത്തിക്കേണ്ടത് എങ്ങനെയാണ് നമ്മളെ മനസ്സിലാക്കി തരുന്നത്. മാത്രമല്ല, ഡോക്ട്രിൻ പ്രൊവൈഡ്സ് എ റീസൺ ഫോർ ഓർ അഗെയിൻസ്റ്റ് എ ലൈൻ ഓഫ് കോണ്ടാക്ട്. നമ്മളൊരു വിഷയത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെ വർത്തിക്കണം, അതിനോട് ചേരണോ വേണ്ടായോ എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നത് ഉപദേശമാണ്. ഇന്നിത് വിട്ടുകളഞ്ഞു, ഇന്നിത് അറിയില്ല. ഇന്നത്തെ സഭയെ നോക്കി എന്തുമാകാം. സഭയെന്നുള്ള വിഷയത്തിന് തന്നെ പ്രാധാന്യതയില്ല. സഭയെക്കാട്ടിൽ സംഘടനകൾക്കും മറ്റും പ്രാധാന്യത ഏറി വരുന്നതിൻ്റെ കാരണം ഇതിൻ്റെ മഹത്വമോ മാഹാത്മ്യതയോ ഉപദേശമോ അറിഞ്ഞുകൂടാ. പക്ഷെ ഇത് പഠിക്കുമ്പോൾ, ഇത് ചിന്തിക്കുമ്പോൾ നാം ഭയത്തോടെ ഓർക്കുക, കർത്താവിന് വേണ്ടി ഒരു ചെറിയ ശേഷിപ്പേ കാണുകയുള്ളൂ. ഒരു ചെറിയ ശേഷിപ്പേ അവൻ്റെ വരവിൽ അവനോട് വിശ്വസ്തത പുലർത്തുന്നവരുണ്ടായിരിക്കുള്ളൂ. അവർക്ക് തിരസ്കരണമുണ്ട്, അവർക്ക് വേദനയുണ്ടായിരിക്കും, അവർക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. പക്ഷെങ്കിൽ അവരവസാനം ഒരു വാക്ക് കേൾക്കും, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. കർത്താവ് നമ്മോട് പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ വചനങ്ങളെ കാത്തുകൊള്ളും. അവൻ്റെ വചനത്തെ സൂക്ഷിക്കുമ്പോൾ അവനോടുള്ള സ്നേഹം തെളിയിച്ചു കൊടുക്കുകയാണ്. അവൻ പറഞ്ഞു, ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ ന്യായം വിധിക്കും. കർത്താവിൻ്റെ വചനം വാസ്തവത്തിൽ മുറുകെ പിടിക്കുക. ഈ ഉപദേശങ്ങളാൽ ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ നോക്കുക, ഇന്ന് ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഉപദേശത്തിൻ്റെ പ്രാധാന്യത മനസ്സിലാകാത്തതുകൊണ്ടാണ് ദൈവം കൃപാവരങ്ങൾ കൊടുത്ത ദൈവദാസന്മാർക്ക് പോലും ദൈവസഭയിൽ ശുശ്രൂഷിക്കാൻ അവസരങ്ങളില്ല. വല്ലപ്പോഴും ഒക്കെ അവരെ ശുശ്രൂഷിക്കുള്ളൂ. അവരെ വേണ്ട, അവരുടെ ശുശ്രൂഷ വേണ്ട. എല്ലാം ഒരു മാനുഷികമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രതിഫലം വിധിക്കുന്ന നാളിൽ കർത്താവ് ഇതെല്ലാം വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. കൊലോസ്യ ലേഖനത്തിൽ ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. കൊലോസ്യ ലേഖനം 2:18-19 വാക്യം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 18-19 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുന്നൊരു കാര്യം. 2:18-19 വാക്യം. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കാൻ രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിച്ച് തൻ്റെ ജഡമനസ്സിനെ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതെ ഇരിക്കുന്ന ചെയ്യുന്നവർ ആരും നിങ്ങളുടെ വിരുത് തെറ്റിക്കരുത്. Let no man cheat you of your reward and not holding fast to the head. Let no man cheat your reward. ആരും നിങ്ങളുടെ പ്രതിഫലത്തെ ചീറ്റ് ചെയ്ത് കബളിപ്പിച്ച് നഷ്ടപ്പെടുത്തരുത്. എങ്ങനെ? തലയെ മുറുകെ പിടിക്കുക. ആരാണ് ഈ തല? ക്രിസ്തുവാണ്. ദൈവസഭയുടെ ശിരസ് കർത്താവാണ്. അത് മുറുകെ പിടിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഈ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. കർത്താവ് വെളിപാട് ദിവസം 3:11 പറഞ്ഞു, Behold, I come quickly, hold fast what you have, that no man take your crown. നിനക്കുള്ളത് നീ പിടിച്ചോണം, അല്ലെങ്കിൽ നിന്റെ കിരീടം മറ്റൊരുത്തൻ എടുക്കുകൊണ്ട് ചട്ടപ്രകാരം പോരാടുന്നില്ലെങ്കിൽ കിരീടം പ്രാപിക്കാൻ പോകുന്നില്ല. പ്രതിഫലം ഉപദേശം പിടിക്കാത്തവർക്ക് കിട്ടില്ല. ദൈവത്തെ, കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ്റെ കൽപ്പന കാത്തുകൊണ്ടേത് ആവശ്യമാണ്. ഞാനിവിടെ നിർത്തട്ടെ. നാം അന്ത്യകാലത്തെത്തി. തിമോഥെയോസിനോട് പൗലോസ് എഴുതിയ പോലെ ആത്മാവ് വ്യക്തമായി പറയുന്നു, വിശ്വാസം ത്യജിക്കും. വിശ്വാസ പ്രമാണങ്ങളെ ത്യജിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ഇതിൻ്റെ മധ്യത്തിലൊരു ചെറിയ അംശം അവനോടുള്ള സ്നേഹം മൂലം, കുറുമൂലം ദൈവജനം പഠിച്ചും പഠിപ്പിച്ചും അതിനെ മുറുകെ പിടിച്ചും വിശ്വസ്തരായി നിൽക്കുമ്പോൾ നമ്മൾ ഒരല്പം പോലും കാറ്റിനാൽ ഉലഞ്ഞു പോകാതെ, ശിശുക്കളായിരിക്കാതെ നാം മനസ്സിലാക്കിയ സത്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട്
അവനോട് വിശ്വസ്ത പുലർത്താം. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.